എളുപ്പത്തിലൊരു ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, കുറച്ച് സവാള ഉള്ളി, ആവശ്യത്തിനുള്ള തക്കാളിപ്പഴം, പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ. അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കുക, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞിടുക, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ആഡ് ചെയ്യുക. കൊച്ചുള്ളി അത് ജസ്റ്റ് ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് എടുക്കുന്ന ആവശ്യത്തിനുള്ള സവാളയുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതിൻ്റെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിപ്പഴം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടി ഇട്ട് നമ്മൾ നേരത്തെ മുളക് പൊടിയും മസാലയൊക്കെ ഇട്ട് വെച്ച് ചിക്കനോട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട, കാരണം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരും. ഊറി വരുന്ന ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. നമ്മുടെ ഡെലീഷ്യസ് ചിക്കൻ കറി റെഡി. താങ്ക് യു.